എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഏർക്കാടാണ്. ബാംഗ്ലൂരിൽ നിന്നാണ് പോകുന്നത്. ഇതൊരു 2 ഡേ ട്രിപ്പായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എത്ര നേരത്തെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങാൻ പ്ലാൻ ചെയ്താലും ബാംഗ്ലൂർ അതിൻ്റെ സമയത്തിനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വിടും. ഏർക്കാടിനെ കുറിച്ച് പറയുമ്പോൾ തമിഴ്നാട്ടിലെ സേലം ജില്ലയിൽ ഷെവരോയ് കുന്നുകളിലാണ് ഏർക്കാട് സ്ഥിതി ചെയ്യുന്നത്. തമിഴിൽ ഏരി എന്നാൽ തടാകം എന്നാണ് അർത്ഥം. അതിനോടൊപ്പം കാട് കൂടി ചേർന്നാൽ ഏർക്കാടായി. കാപ്പിത്തോട്ടങ്ങളും മലനിരകളും താഴ്വരകളും ഓറഞ്ച് തോട്ടങ്ങളും ഒക്കെയായി മനോഹരമായ ഒരു കാഴ്ചകളുടെ ഒരു വൻനിര തന്നെയാണ് ഏർക്കാട്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പോയിൻ്റായ മുരുകൻ ഇഡലിയിൽ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ കൃഷ്ണഗിരി ഭാഗത്ത് സേലം ഹൈവേ തന്നെയാണ് മുരുകൻ ഇഡ്ഡലി ഷോപ്പ്. ബൈക്കേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്പോട്ട് തന്നെയാണിത്. നമ്മൾ ഓർഡർ ചെയ്തത് ഇഡ്ഡലി, ദോശ, ചായയാണ്. അത്യാവശ്യം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഈ ട്രിപ്പിൽ എൻ്റെ കൂടെയുള്ളത് എൻ്റെ വൈഫാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ചെറിയൊരു ബ്രേക്കിന് വേണ്ടിയിട്ടാണ് ഏർക്കാടിലേക്ക് പോകുന്നത്. കൃഷ്ണഗിരി ഭാഗമൊക്കെ കഴിയുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു റൂട്ടാണ്. 2 സൈഡിലും പച്ചപ്പും എലിഫൻറ്റ് ക്രോസിങ് എഴുതി വെച്ച ബോർഡുകളും എല്ലാം ആയിട്ട് വളരെ നല്ലൊരു റൂട്ടാണ്, പ്രത്യേകിച്ച് ബൈക്കിന് വരുമ്പോൾ. സേലം എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണം ഏർക്കാട് പോകാൻ വേണ്ടി. നേരെ പോയി കഴിഞ്ഞാൽ കോയമ്പത്തൂർ, ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ചെന്നൈ പോകാനുള്ള റൂട്ടുണ്ട്, ഏർക്കാട് പോകാനുള്ള റൂട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണം. സേലം സിറ്റിയുടെ അകത്തുകൂടി പോകുമ്പോൾ നമ്മൾ ഒത്തിരി ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം റോഡ് സൈഡിൽ ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നുണ്ട്. ഭയങ്കര കളർഫുള്ളായിരുന്നു ഇത് കാണാനായിട്ട്. ഏർക്കാടിലേക്ക് ഇനി 20 കിലോമീറ്ററുള്ള വന്ന സൈൻ ബോർഡുകൾ നമ്മൾ കണ്ടു തുടങ്ങി. ദൂരെ മലനിരകളും എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ സിറ്റി ലിമിറ്റ്സിൽ നിന്ന് നമ്മൾ ഏകദേശം 20-30 കിലോമീറ്റർ കവർ ചെയ്ത് ഏർക്കാടിൻ്റെ അടിവാരം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഫസ്റ്റ് ഹെയർ പിൻ ബെൻഡിലെത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്കിനി 20 ഹെയർ പിന്നാണ് കയറാനുള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് 4700 അടി ഉയരത്തിലാണ് ഏർക്കാട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും ഒരു തണുത്ത കാലാവസ്ഥ ഉണ്ടായിരിക്കും. ഭയങ്കര ബ്യൂട്ടിഫുൾ റൂട്ട്സാണ് ഇവിടെ ഉള്ളതെല്ലാം. അതുപോലെ തന്നെ സൂക്ഷിച്ചോടിക്കേണ്ട റൂട്ട്സാണ്. കാരണം റോഡ് നാരോ ആണ്. വണ്ടികളൊക്കെ ചിലപ്പോൾ സ്പീഡിൽ വരാം. നിറച്ച് കർവ്സുണ്ട്. പക്ഷേ ഫണ്ണാണ് ഓടിക്കാൻ. അത്യാവശ്യം നല്ല റൂട്ടാണ്. നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്ന റിസോർട്ടിൻ്റെ പേര് കോലാഹലം മെയിൻലാൻഡ് റിസോർട്ട് ആൻഡ് സ്പാ എന്നാണ്. സാധാരണ ദിവസങ്ങളിൽ 5000 രൂപ വരെ പോകാറുണ്ടെങ്കിലും നമുക്ക് നല്ലൊരു ഓഫറിനാണ് കിട്ടിയത്. ഏകദേശം 2500 രൂപയ്ക്കാണ് കിട്ടിയത്. ഏർക്കാടിന് പാവപ്പെട്ടവരുടെ ഊട്ടി എന്നൊരു പേര് കൂടിയുണ്ട് കേട്ടോ. ചിലപ്പോൾ കാഴ്ചകളിലെ സമാനത കൊണ്ടായിരിക്കും അങ്ങനെ ഒരു പേര് കിട്ടിയത്. ഏർക്കാട് ഒത്തിരി വ്യൂ പോയിൻറ്റ്സും സ്ഥലങ്ങളും ഉണ്ട് കാണാനായിട്ട്. ഏർക്കാട് തടാകം, ലേഡീസ് സീറ്റ്, ജെൻസ് സീറ്റ്, ചിൽഡ്രൻ സീറ്റ്, പഗോഡ പോയിൻ്റ്. പക്ഷേ ഈ പോയിൻറ്റുകളൊന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എൻ്റെ പാർട്ട്ണർ നമ്മുടെ റിസോർട്ട് എത്തിയപ്പോൾ തന്നെ ഫ്ലാറ്റായി. പിന്നെ ഒട്ടുറപ്പായിരുന്നു. പക്ഷേ നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ട് അത്യാവശ്യം ഭംഗിയുള്ളതും എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അവിടുത്തെ ഫുഡും നല്ലതായിരുന്നു. ചെന്നതിന് ശേഷം അവിടുത്തെ കാഴ്ചകൾ കാണിക്കാം. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ബൈക്ക് KTMൻ്റെ അഡ്വഞ്ചർ 390 മോഡലാണ്. ആവശ്യത്തിലേറെ പവറും അത്യാവശ്യം സീറ്റിംഗ് കംഫർട്ടും ഈ യാത്രയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരേ ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ ചെറിയ സ്പീഡുകളിൽ ആക്സിലേറ്റർ കുറച്ച് കൂടുതലായിട്ട് കൊടുക്കേണ്ടതായിട്ട് തോന്നുന്നുണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉപയോഗത്തിന് പറ്റിയ വണ്ടിയാണെന്ന് തന്നെ പറയാം. ഓഫ് റോഡും പോകാൻ അത്യാവശ്യം, റോഡിലും പെർഫെക്റ്റാണ് വണ്ടി. കേരളത്തിൻ്റെ കിഴക്കൻ മേഖലകളിലും മലയോര മേഖലകളിലെല്ലാം ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ പള്ളികളാണ് കൂടുതൽ കാണണമെങ്കിൽ ഇവിടെ ഇതുപോലത്തെ കോവിലുകളാണ് വഴിയരികിലെല്ലാം കാണാൻ പറ്റുന്നത്. അങ്ങനെ ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഏർക്കാട് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏർക്കാട് ടൗണിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏർക്കാട് ടൗണിൽ തന്നെയാണ് ഏർക്കാട് ലേക്ക് ഉള്ളത്. അടുത്തതായിട്ട് വലത്ത് സൈഡിൽ വരുന്നതാണ് ഏർക്കാട് ലേക്ക്. ഇവിടെ ബോട്ടിങ്ങും എല്ലാം അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ പോകണം. ഇനി അവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. നമ്മൾ റെസ്റ്റോറൻറ്റിൽ കണ്ടൊരു ബിരുദനാണ് കേട്ടോ ഇത്. ആൾക്കാരുടെ അടുത്ത് സംസാരവും കൂട്ടിൽ കിടന്ന് സർക്കസും ഒക്കെ ആയിട്ട് ജോളിയാണ് മച്ചാൻ. നമ്മൾ ഓർഡർ ചെയ്തത് ഫിഷ് ഫ്രൈയും ഒരു എഗ് ദോശയാണ്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് 2 പേർക്കും അത് തന്നെ മതിയായി. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് സ്വീറ്റ് റാസ്കൽ എന്നാണ്. ഞങ്ങൾ 2 പേരും പെറ്റ് ലവേഴ്സ് ആയതുകൊണ്ട് ഇവിടെ കുറച്ച് പെറ്റ്സിനെ വളർത്തുന്നുണ്ടെന്നും പിന്നെ അകത്തൊരു പഴയൊരു ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളൊരു മ്യൂസിയം ഉണ്ടെന്ന് അറിഞ്ഞു. അതും കൂടി കാണാൻ വേണ്ടിയാണ് ഇവിടെ കയറിയത്.
ഇതൊരു മ്യൂസിയം ആണെന്ന് ആദ്യം തെറ്റിപ്പറഞ്ഞാണ് കേട്ടോ. ശരിക്കും ഇതൊരു ബംഗ്ലാവാണ്. സ്വീറ്റ് റാസ്കൽ റെസ്റ്റോറൻറ്റ് ഓണറിൻ്റെ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ പണ്ട് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്നതും ഉപേക്ഷിച്ച് പോയതുമായ ഒത്തിരി സാധനങ്ങൾ, പുരാതനമായ സാധനങ്ങളുള്ളൊരു സ്ഥലമാണ്. ശരിക്കും നല്ല വൈബുള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് പോവാം. ഇതിനകത്ത് കയറിയിട്ടാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അല്ലാതെ വേറൊരു മനുഷ്യക്കുഞ്ഞു പോലും ഈ പരിസരത്തൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും നമ്മളൊരു മണിച്ചിത്രത്താഴ് സിനിമയിലൊക്കെ കാണുന്ന ഒരു നിഗൂഢമായൊരു സ്ഥലത്ത് എത്തിപ്പെട്ടൊരു പ്രതീതിയായിരുന്നു. ഈ ഫോട്ടോസൊക്കെ ആരുടെയാണെന്നോ ഇതെന്തിൻ്റെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയില്ല. ഇവിടെ ചോദിക്കാനാണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ആരും അടുത്തുമില്ല. പിന്നെ നമ്മൾ ആശ്ചര്യത്തോടു കൂടി നോക്കിക്കണ്ടൊരു സ്ഥലമായിരുന്നു ഇവിടുത്തെ ഡൈനിങ് റൂം. കറക്റ്റ് നമ്മൾ ഇംഗ്ലീഷ് സിനിമയിൽ കാണുന്ന പോലെ അതേപോലെ തന്നെ ഒരു റൂമും അതിൻ്റെ ചിട്ടവട്ടങ്ങളും പാത്രങ്ങളും ഈവൻ വസ്ത്രങ്ങൾ വരെ ഇതിൽ കാണാമായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം പണ്ട് ബ്രിട്ടീഷുകാരുടെ ഒരു താവളം തന്നെയായിരുന്നു ഏർക്കാടെന്ന്. ഇതിൻ്റെ കാലാവസ്ഥ കൊണ്ട് തന്നെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കുന്നത്. മൂന്നാറിലും അതുപോലെ തന്നെ അവർക്കൊരു ബേസും ബംഗ്ലാവും എല്ലാം ഉണ്ടായിരുന്നല്ലോ. എന്തായാലും ഇവിടെ കയറിയത് നമുക്ക് വെറുതെ ആയില്ല. ഇത്രയധികം കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് വന്നെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കാം. സ്വീറ്റ് റാസ്കൽ എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അവിടെ തന്നെ ഓണറോട് ചോദിച്ച് കുറച്ച് മേളിലേക്ക് നടന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബംഗ്ലാവിലെത്താം. അടുത്തായിട്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിലേക്കാണ് പോകുന്നത്. കോലാഹലം മെയിൻലാൻഡ് റിസോർട്ട് ആൻഡ് സ്പാ. മലയാളത്തിൽ കേൾക്കുമ്പോൾ ഒരു വെറൈറ്റി ആയൊരു പേര് തന്നെയല്ലേ, കോലാഹലം മെയിൻലാൻഡ് റിസോർട്ട്. ഇനി നമുക്ക് ചെക്കിൻ എല്ലാം ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. വരിക, റെസ്റ്റ് ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പ്ലാൻ എവിടെ പോയാലും. ആദ്യം തൊട്ടേ തന്നെ റിസോർട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ റിസോർട്ട് നന്നായിട്ട് പരിപാലിച്ചിരിക്കുന്നതാണ്. നല്ല ലാൻഡ്സ്കേപ്പും പൂക്കളും ചെടികളും എല്ലാം പിടിപ്പിച്ച്, പിന്നെ കുറച്ച് പക്ഷിമൃഗാദികളെല്ലാം ഉണ്ട്. ലവ് ബേഡ്സ്, മുയൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി റിസോർട്ടിൻ്റെ കുറച്ച് വിഷ്വൽസ് ഇടാം, അത് എങ്ങനെയുണ്ടെന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ രാത്രി റിസോർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത ഫുഡ്. ചില്ലി ചിക്കൻ, ഫ്രൈഡ് റൈസ്, 2 ചപ്പാത്തി. പിന്നെ ഈ രാത്രിയോടുകൂടി നമ്മൾ റിസോർട്ടിന് വിട പറയും. നാളെ നമ്മൾ പീക്കോ പാർക്കിലേക്ക് പോകും. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഈ കോലാഹലം മെയിൻലാൻഡ് റിസോർട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ പോകുന്നത് പീക്കോ പാർക്കിലേക്കാണ്. നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ട് പോകാൻ തീരുമാനിച്ചൊരു സ്ഥലമാണ്. ഇവിടെ ഒത്തിരി എക്സോട്ടിക് ബേർഡ്സും ആനിമൽസും എല്ലാം ഉണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമ്മൾ വീഡിയോയിൽ കാണിക്കാം. അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല.
അങ്ങനെ നമ്മുടെ സുന്ദരമായൊരു ഏർക്കാട് യാത്ര അവിടെ പര്യവസാനിക്കുകയാണ്. ഇനി നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. വന്ന റൂട്ടിലൂടെ അല്ല നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്രതീക്ഷിതമായിട്ടാണെങ്കിൽ പോലും നമുക്ക് വളരെ ഭംഗിയുള്ള റൂട്ടാണ് തിരിച്ചു പോകാൻ കിട്ടിയത്. അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ബാക്കി ചേർക്കാം. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ടതിന് എല്ലാവർക്കും നന്ദി. അടുത്തൊരു വ്ലോഗിൽ കാണാം. ബൈ.